യേശുവേ നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണേ മുഴുവൻ. ശിഷ്യയാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണേ മുഴുവൻ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗ്ഗ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. രാത്രികാലം അല്പസമയം ഉറങ്ങിയുണരുവാനും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു ദിനം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായിട്ട് നന്ദി പറയട്ടെ കർത്താവേ, സ്തോത്രം ചെയ്യട്ടെ കർത്താവ്. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെ അത്ഭുത അതിശയമായി ഞങ്ങളെ നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വീണ്ടും ഇന്ന് പകൽക്കാലം അവിടുന്ന് നടത്തണമേ. വരാമായിരിക്കുന്ന ആപത്തിൽ നിന്നും അനർത്ഥത്തിൽ ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. രോഗദുഃഖാതി പകർച്ചവ്യാധി മരണത്തിനേൽപ്പിക്കാതെ ഞങ്ങളെ സൂക്ഷിക്കണമേ കർത്താവേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സമർപ്പിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ടപ്പാ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളും ഉണ്ട് കർത്താവേ. എല്ലാവരെയും സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കുകയപ്പാ. അവിടുന്ന് സഹായിച്ച് അനുഗ്രഹിച്ച് ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തിൻ്റെയും മറുപടി തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കട്ടെ കർത്താവേ. സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. അവരുടെ ജോലിയിൽ കൂടെ ഇരിക്കണമേ. അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. തന്നിരിക്കുന്ന തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം എല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സമാധാനത്താൽ ഞങ്ങളെ എല്ലാം നടത്തുമാറാകണമേ കർത്താവേ. ശത്രു ഞങ്ങളെ കാണരുതേ. ദുഷ്ട പിശാചി ഞങ്ങളെ തുടരുതേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും സ്വർഗം കാൽവര്യത്വം കൊണ്ട് മുദ്രയിടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രക്തത്തിൻ്റെ മുദ്ര കാണുമ്പോൾ ശത്രുവായ നല്ലറിയോട് നിർത്ത് വചനമാ കർത്താവേ. കാൽവര്യത്വ കോട്ടക്കുള്ളി ഞങ്ങളെല്ലാം മറയ്ക്കുമാറാകണം ദൈവമായ കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളുമായി ഞങ്ങളുടെ പാദപീഠത്തിൽ കടന്നു വരുന്ന അനേക പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട് കർത്താവേ. ദൈവമായ കർത്താവേ, അവിടുന്ന് സകലതും അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജോലിക്കായിട്ട് പ്രാർത്ഥിക്കുന്നപ്പാ. ജോലി നഷ്ടപ്പെട്ട അനേക കുഞ്ഞുങ്ങൾ നാളുകളായി ഭാരപ്പെടുന്നവരുണ്ട്. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ അവർക്ക് വഴിവാതിൽ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു കർത്താവിൻ്റെ വിവാഹത്തിന് തക്ക തുണി അവർക്ക് വെളിപ്പെടുത്തണമേ. പ്രത്യേകിച്ച് കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം ചന്തമായി ഉചിതമായി സ്വർഗത്തിലെ അപ്പച്ചൻ ക്രമീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായി സ്വർഗം അവിടുന്ന് നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മയ്ക്കായി ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം. ദൈവം വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിച്ചാട്ട് കർത്താവേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് സന്തോഷത്തോടെ പാർക്കുവാൻ തക്കണം അവസരങ്ങളെ ഒരുക്കിക്കാട്ട് ദൈവമേ. ഹല്ലേലൂയ കർത്താവേ. നീ സകലത്തിനും മതിയായ ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ദൂരത്തും ചാരത്തുമായിരിക്കും ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരെയും കൺമണി പോലെ സൂക്ഷിക്കണം. ഓരോ മക്കളുടെയും പോക്കിലും വരവിലും കൂടെ ഇരിക്കണം. എൻ്റെ കർത്താവിനെ അറിഞ്ഞ് ജീവിപ്പാൻ എല്ലാ മക്കളെയും സഹായിക്കുമാറാകണം. ദുഷ്ടപിശാച് ആരെയും കാണാതെ സ്വർഗം മറച്ചു കൊള്ളുമാറാകണം. ഞങ്ങളുടെ യുവാക്കന്മാരെ പ്രത്യേകിച്ച് ഓർക്കുകയാ കർത്താവേ. ശത്രുവായവൻ കാണരുതേപ്പാ. അരുതാത്തലൊന്നും അകപ്പെട്ട് പോകരുതേ. നാടും വീടും വിട്ട് മാതാപിതാക്കളെയും ഒക്കെ വിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദുരതകളിലൊക്കെ ആയിരിക്കുമ്പോൾ സ്വർഗം എല്ലാ മക്കളെയും പരിപാലിക്കണമെന്നും പ്രാർത്ഥിക്കുകയാ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം കർത്താവേ. യാത്ര ചെയ്യുന്ന എല്ലാ മക്കൾക്കായും പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെയും യാത്രയിലും കർത്താവ് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ. ദൈവമായ കർത്താവേ, ഈ സമയം കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കുവാൻ എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചന് കഴിയുമല്ലോ. അവിടുന്ന് തൻ്റെ മക്കളെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന അനേക ജീവിതങ്ങൾ, മാതാപിതാക്കൾ കരയുന്നു, സഹോദരിമാർ കുഞ്ഞുങ്ങൾ കരയുന്നു കർത്താവേ. അവരോട് മനസ്സലിയണമേ. പൂർണ്ണമായൊരു വിടുതൽ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും നൽകിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടത് നിശ്ചയമാണ്. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. സ്വർഗം കനിയണമേ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
ചില നേർന്ന വിഷയങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളോട് സ്വർഗം മനസ്സലിവ് കാണിക്കണമേ. അത്ഭുതങ്ങളെ ചെയ്യണമേ. കഴിഞ്ഞ നാളുകളിൽ മാനിച്ച ദൈവമേ പിന്നെ ഈ മക്കളെയും മാനിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ദൈവമായ കർത്താവേ, മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടപ്പാ. ദൂരത്തും ചാരത്തുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ ഉപജനമാർഗം തേടി കടന്നു പോയിരിക്കുന്ന സ്ഥാനത്ത് മാതാവായി പിതാവായി ഒക്കെ സ്വർഗത്തിലെ അപ്പച്ചൻ കൂടെ ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഈ സമയം ഭവനം പണി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ ഭവനത്തിൻ്റെ പണികളെ പൂർത്തീകരിച്ച് അതിൽ പാർക്കുവാൻ ഭാഗ്യമൊരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രപ്പ സ്തോത്രം. ഭവനമില്ലാതെ വാടക ഭവനങ്ങളിൽ കഴിയുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. സ്വന്തമായി തലയായ്പാൻ ഒരു ഭവനം സ്വർഗത്തിലെ അപ്പച്ചൻ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവല്ലാതെ എൻ്റെ മക്കളെ സഹായിപ്പാൻ മറ്റാരുമില്ലപ്പാ. നീ ഇറങ്ങണമേ, നിൻ്റെ ദൂതനെ ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ. സ്തോത്രം. എൻ്റെ കർത്താവേ ഈ സമയം ഹല്ലേലൂയയുടെ രോഗികളെല്ലാം തിരുമുൻപാകെ സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം സമാധാനം നിന്നിലുള്ള പ്രത്യാശ വർദ്ധിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന. ആശുപത്രി മുറിക്കുള്ളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്ന ജീവിതങ്ങളോട് മനസ്സലിയണമേ, കരുണ കാണിക്കണമേ അപ്പാ. സ്തോത്രം അപ്പാ സ്തോത്രം. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. ഞങ്ങളുടെ രോഗികളെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്നു കർത്താവേ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം അയക്കണമേ. സൗഖ്യം കാത്ത് കിടക്കുന്നവരുടെ അരികിൽ കടന്നു ചെല്ലുന്ന കർത്താവ് അവിടുന്നാകിയാൽ സ്തോത്രം 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 കർത്താവേ. സ്തോത്രം. കരയുന്നതിൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ അപ്പോൾ. അതിവേദനയിൽ കൂടി കഴിയുന്ന ജീവിതങ്ങളുടെ വേദനയ്ക്ക് ശമനം വരുത്തണം കർത്താവേ. കിടക്കകളിലായിരിക്കുന്ന ജീവിതങ്ങളെ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. സ്തോത്രം. ചലനമില്ലാത്ത കൈകാലുകൾക്ക് ചലനം നൽകണമേ കർത്താവേ. കാഴ്ചയും കേൾവിയും ഓർമ്മയും ബുദ്ധിയുമില്ലാത്തവർക്ക് കർത്താവ് സകലത്തിൻ്റെ സകലതുമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതവാനേ, വീരനാ ദൈവമേ, നിത്യപിതാവേ, സമാധാനത്തിന് ദൈവമേ, ഞങ്ങളുടെ എല്ലാ രോഗികളോടും കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ കർത്താവേ. തലയ്ക്കകത്ത് വേദനയാലും മുഴയാലും ഭാരമുള്ളവരെ സ്തോത്രം സ്തോത്രം. സർജറിക്കായിട്ടൊക്കെ ഒരുങ്ങുന്ന ജീവിതങ്ങളുണ്ട്, സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്ന ജീവിതങ്ങളുണ്ട്. എല്ലാവരെയും പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ള ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുന്നവരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കഴിഞ്ഞ നാളുകളിൽ നീ അത്ഭുത വിടുതൽ തന്ന ജീവിതങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. വീണ്ടും കൺമണി പോലെ എല്ലാവരെയും സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെയും ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അവസരം തന്ന് ഭാഗ്യം തന്ന് നടത്തിയെങ്കിൽ ഈ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് എല്ലായ്പ്പോഴും ജീവിപ്പാൻ സഹായിക്കണം. നന്ദിയുള്ള ഹൃദയം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കഴിവോ മിടുക്കോ സാമർഥ്യമോ ഒന്നുമല്ല കർത്താവേ. അവിടുത്തെ വലിയേറി കരുണയും കൃപയും സ്നേഹവും ഒന്ന് മാത്രമാകിയാൽ അപ്പാ അത് ചിന്തിച്ച് ധ്യാനിച്ചുകൊണ്ട് ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നതിന് യഹോവയെ മഹത്വപ്പെടുത്ത വചനമാപ്പ എപ്പോഴും സ്തോത്രത്തിൽ ജാഗരിച്ച് നടപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപിടിച്ചിൽ ഏൽപ്പിക്കട്ടെ. ഉള്ളതുപോലെ കാണുന്നവൻ, ഉള്ളതുപോലെ അറിയുന്നവൻ, ഞങ്ങളെ നയിച്ച് നിയന്ത്രിച്ച് നടത്തുന്ന ദൈവം അവിടുന്നാകിയാൽ സ്തോത്രം. എല്ലാ വിഷയങ്ങളും സമ്പൂർണ്ണമായി പ്രത്യേകിച്ച് വേർപാട് ദുഃഖം അനുഭവിക്കുന്ന ജീവിതങ്ങളോട് കരുണ തോന്നണമേ, ആശ്വസിപ്പിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നടത്തണേ, മഹത്വം അവിടുന്ന് എടുക്കണമേ. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം സ്തോത്രം.